സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുള്ള ഹർത്താൽ ജില്ലയിൽ ഭാഗികം. ഇടുക്കി ഹൈറേഞ്ച് മേഖലയിൽ കൊടിയ വേനൽച്ചൂട് ശക്തമായി തുടരുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് അസാധാരണമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. ഇടമലക്കുടിയിലെ റേഷൻ തട്ടിപ്പ് അന്വേഷിക്കാൻ 5-അംഗ പോലീസ് സംഘം രൂപീകരിച്ചു. നെടുങ്കണ്ടം ഇരട്ട കൊലപാതകം പ്രതി കീഴടങ്ങി തിരച്ചിൽ നടത്തുന്നതിനിടെ സമീപത്തെ കടയിലേക്കെത്തി തെറ്റുപറ്റിയെന്ന പ്രതി നാട്ടുകാരോട് പറയുകയായിരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുള്ള ഹർത്താൽ അടിമാലി മേഖലയിൽ ഭാഗികം. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും മറ്റ് സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങി. കടകമ്പോളങ്ങൾ ഭാഗികമായി തുറന്നു. മൂന്നാറിന്റെ ടൂറിസം മേഖലയെ ഹർത്താൽ പ്രതികൂലമായി ബാധിച്ചില്ല. അടിമാലി ടൗണിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു സംസ്ഥാന ഹർത്താലിന് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. 52 ദളിത് സംഘടനയുടെ സഹകരണത്തോടെയാണ് ഹർത്താൽ നടക്കുന്നത്. ഹർത്താൽ ആരംഭിച്ച് ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ അടിമാലി മേഖലയിൽ ഹർത്താൽ ഭാഗികമാണ്. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും മറ്റിതര സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങി. ഓട്ടോ ടാക്സി വാഹനങ്ങളും സർവീസ് നടത്തി. അടിമാലി ടൗണിൽ ദേശീയപാതയിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. തടഞ്ഞിട്ട വാഹനങ്ങൾ അല്പസമയത്തിനു ശേഷം കടന്നുപോകാൻ ഹർത്താൽ അനുകൂലികൾ സമ്മതിച്ചു. നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്ന ദളിത് സംഘടനാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കുടുംബത്തിന് അത്താണിയായി മാറേണ്ട ഒരു കുട്ടിയെ അവൻ ആത്മഹത്യ ചെയ്ത് ഏതിൻ്റെ പേരിലാണെങ്കിലും മരണത്തിൻ്റെയും ജാതിയുടെയും അതിൽ സാമ്പത്തിക എന്തിൻ്റെ പേരിലാണെങ്കിലും അവൻ കൊല ചെയ്യപ്പെട്ട് വീട്ടിലേക്ക് വരികയാണ് ഉണ്ടായത്. ഇതിന് ഉത്തരവാദികളായ ആളുകളെ മാനേജ്മെൻറ്റാണെങ്കിൽ മാനേജ്മെൻറ്റ്, അധ്യാപകരാണെങ്കിൽ അധ്യാപകർ അവരെ കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തി ആ കുറ്റത്തിന് മുമ്പിൽ അട്രോസിറ്റി ആക്ട് കേസെടുത്ത് അവരെ ശിക്ഷിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അടിമാലി മേഖലയിൽ കടകമ്പോളങ്ങൾ ഭാഗികമായി തുറന്നു പ്രവർത്തിച്ചു. ഗ്രാമീണ മേഖലകളെ ഹർത്താൽ ബാധിച്ചില്ല. തോട്ടം മേഖലകളിൽ തൊഴിലാളികൾ പണിക്കിറങ്ങി. മൂന്നാറിന്റെ ടൂറിസം മേഖലയെ ഹർത്താൽ കാര്യമായി ബാധിച്ചില്ല. ജനജീവിതം സാധാരണ നിലയിൽ നടന്നു. വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിച്ചു. അടിമാലി മൂന്നാർ മേഖലകളിൽ ഹർത്താൽ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചില്ല. ഓഫീസുകളിൽ ജീവനക്കാർ ഹാജരായി. ഹർത്താലുമായി ബന്ധപ്പെട്ട് എവിടെയും അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. രോഹിത് വെമുല നിയമം നടപ്പാക്കുക, നിതിൻ രാജിന്റെ കുടുംബത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക, അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഹർത്താലിലൂടെ ദളിത് സംഘടനകൾ മുമ്പോട്ട് വയ്ക്കുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. സംയുക്ത ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയിൽ ഭാഗികം. കഞ്ഞിക്കുഴി, വണ്ണപ്പുറം പഞ്ചായത്തുകളിൽ കടകമ്പോളങ്ങൾ തുറന്നു പ്രവർത്തിക്കുമ്പോൾ ജില്ലാ ആസ്ഥാന മേഖലയായ ചെറുതോണിയിൽ വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുന്നു. നിതിൻ രാജിന്റെ നീതിക്കായി സംയുക്ത ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത 12 മണിക്കൂർ ഹർത്താൽ ജില്ലാ ആസ്ഥാന മേഖലകളിൽ ഭാഗികമാണ്. KSRTC ഹ്രസ്വ ദീർഘദൂര സർവീസുകൾ നടത്തുന്നു. സ്വകാര്യ വാഹനങ്ങളും ഓട്ടോറിക്ഷകളും ജില്ലാ ആസ്ഥാന മേഖലയിലും പരിസര പ്രദേശങ്ങളിലും സർവീസ് നടത്തുന്നുണ്ട്. വണ്ണപ്പുറം, കഞ്ഞിക്കുഴി, വാഴത്തോപ്പ് പഞ്ചായത്തുകളിൽ കടകമ്പോളങ്ങൾ തുറന്നു പ്രവർത്തിക്കുമ്പോൾ ജില്ലാ ആസ്ഥാനമായ ചെറുതോണിയിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നില്ല. തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ ഹർത്താൽ അനുകൂലികൾ വാഹനം തടഞ്ഞുവെങ്കിലും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ഹർത്താൽ മുക്ത പ്രദേശമായ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വെൺമണിയിലും തൊടുപുഴ കുമ്മംകല്ലിലും ജനജീവിതം സാധാരണ നിലയിലാണ്. സിറ്റി വിഷൻ ഇടുക്കി. ഇടുക്കി ഹൈറേഞ്ച് മേഖലയിൽ കൊടിയ വേനൽച്ചൂട് ശക്തമായി തുടരുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് അസാധാരണമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. വേനൽമഴ ലഭിക്കാത്തത് ചൂടിന്റെ തീവ്രത രാവും പകലും ഒരുപോലെ വർദ്ധിക്കാൻ കാരണമാകുന്നു. ചിലയിടങ്ങളിൽ മാത്രമാണ് ചെറുതായി മഴ ലഭിച്ചത്. വരും ദിവസങ്ങളിൽ വേനൽമഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മലയോര നിവാസികൾ.
ഫെബ്രുവരി തുടക്കത്തിൽ തന്നെ ഹൈറേഞ്ച് മേഖലയിൽ ജലക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങി. എന്നാൽ തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിൽ പ്രശ്നങ്ങൾക്ക് വേണ്ടത്ര പരിഗണന ലഭിച്ചില്ലെന്ന വിമർശനവും ഉയരുന്നു. പുഴകളിലെ ജലനിരപ്പ് കുറഞ്ഞ് ഒഴുക്ക് നിലച്ചതോടെ കുടിവെള്ളക്ഷാമവും രൂക്ഷമാകുന്നു. വേനൽച്ചൂട് കനക്കുന്നതോടെ കാർഷിക മേഖല കനത്ത തിരിച്ചടിയാണ് നേരിടുന്നത്. ഏലം, കുരുമുളക്, വാഴ, പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള കൃഷികൾ വ്യാപകമായി വാടിത്തുടങ്ങി. പ്രത്യേകിച്ച് ഉയർന്ന പ്രദേശങ്ങളിലെ ഏലത്തോട്ടങ്ങളിലാണ് നാശനഷ്ടം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഏക്കർ കണക്കിന് ഏലച്ചെടികളും കുരുമുളക് ചെടികളും കരിഞ്ഞുണങ്ങുന്ന സാഹചര്യമാണ്. ചിലയിടങ്ങളിൽ ഏലച്ചെടികൾ തണ്ടോടുകൂടി ഒടിഞ്ഞു വീഴുന്നതായും കർഷകർ പറയുന്നു. പാട്ടത്തിനെടുത്ത തോട്ടങ്ങളിൽ കൃഷി ചെയ്യുന്നവരുടെ അവസ്ഥ കൂടുതൽ ദയനീയമാണ്. ബാങ്ക് വായ്പയും പലിശയ്ക്കും പണം വാങ്ങി കൃഷി ചെയ്ത കർഷകർ കടുത്ത പ്രതിസന്ധിയിലായി. ഏലം കർഷകരുടെ പ്രധാന വരുമാന മാർഗമാണ്. എന്നാൽ ചൂട് കനക്കുന്നതോടെ പ്രതീക്ഷകൾ അസ്തമിക്കുകയാണ്. ഭയങ്കര വേനലാണ്. വെള്ളമൊക്കെ ഇപ്പൊ തന്നെ പറ്റിപ്പോയി. ഏലം കൃഷി ഭയങ്കര പരിതാപകരമായിട്ട് സ്ഥിതിയിലേക്ക് മാറിയേക്കുവാണ്. ഒരു മഴയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളൂ രാജകുമാരി ഈ ഭാഗത്ത്. ഈ മഴ പെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏലകൃഷിയെല്ലാം നശിച്ചു. എല്ലാം ഇപ്പൊ തന്നെ എല്ലാം വീണ് തുടങ്ങി. ഏല ചുരുണ്ട് കൃഷിയെ ബാധിച്ചു കഴിഞ്ഞു. വിലയുണ്ട്, പക്ഷെ അത് കർഷകർക്ക് പ്രയോജനപ്പെടുന്നില്ല. ജലസേചന സൗകര്യമുള്ള വലിയ തോട്ടങ്ങൾ മാത്രമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പടുതക്കുളങ്ങൾ പോലും വറ്റിത്തുടങ്ങിയതോടെ സ്ഥിതി കൂടുതൽ ഗുരുതരമാകുന്നു. ഉടുമ്പൻചോല മേഖലയിൽ ഹെക്ടർ കണക്കിന് ഏലത്തോട്ടങ്ങൾ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മുൻപ് ഏപ്രിൽ പകുതി വരെ വിളവെടുപ്പ് നടന്നിരുന്ന തോട്ടങ്ങളിൽ ഇപ്പോൾ ആഴ്ചകളായി പണികൾ നിർത്തിവച്ചിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനമാണ് ഇതിന് പ്രധാന കാരണമെന്നാണ് കർഷകർ പറയുന്നത്. വേനൽച്ചൂട് കൃഷിയെ തകർക്കുമോ എന്ന ആശങ്കയിലാണ് ഹൈറേഞ്ച് കർഷകർ. അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കുടിവെള്ളത്തിനും കൃഷിക്കും വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. സിറ്റി വിഷൻ, രാജാക്കാട്. വേനൽ കനക്കുകയും പകൽ ചൂടേറുകയും ചെയ്തതോടെ ദാഹമകറ്റാൻ ആളുകൾ പല വഴി തേടാറുണ്ട്. കരിമീൻ ജ്യൂസും കരിക്കുമെല്ലാം ഇതിൽ ചില മാർഗങ്ങൾ മാത്രമാണ്. എന്നാൽ തമിഴ്നാടൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചാൽ കരിക്കും തണ്ണിമത്തനും കരിമീൻ ജ്യൂസും മാത്രമല്ല കമ്പുകൂളും ദാഹമകറ്റാനുള്ള മാർഗമായി വഴിയരികിൽ കാണാം. മലയാളിക്ക് അത്ര പരിചിതമല്ലാത്ത ദാഹശമന മാർഗമാണ് കമ്പുകൂള്. കമ്പുകൂളിന്റെ രുചിവിശേഷങ്ങൾ അറിയാം. ഇത് ജയപ്രകാശണ്ണനും ഭാര്യ മുത്തുലക്ഷ്മിയും. തേനി ബോഡി റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് തീർത്ഥമുരുകൻ കോവിലിനരികിലായുള്ള ഇവരുടെ ഈ കൊച്ചുകട പരിചിതമായിരിക്കും. കടയിൽ വിൽപ്പനയ്ക്കായി വിവിധ സാധനങ്ങളുണ്ടെങ്കിലും ആവശ്യക്കാരധികവും കമ്പുകൂളിനാണ്. വേനൽ കനക്കുകയും പകൽ ചൂടേറുകയും ചെയ്തതോടെ ദാഹമകറ്റാൻ പല വഴി തേടുന്നവർക്ക് ആശ്വാസമാണ് ഈ കമ്പുകൂള്. മലയാളിക്ക് അത്ര പരിചിതമായ ദാഹശമന മാർഗമല്ല കമ്പുകൂള്. എന്നാൽ തമിഴ്നാടൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചാൽ കരിക്കും തണ്ണിമത്തനും കരിമീൻ ജ്യൂസും മാത്രമല്ല കമ്പുകൂളും ദാഹമകറ്റാനുള്ള മാർഗമായി വഴിയരികിൽ കാണാം. ജയപ്രകാശണ്ണൻ്റെ കടയിൽ വെറും 30 രൂപ മാത്രമാണ് ഒരു മൊന്ത കമ്പുകൂളിൻ്റെ വില. ഒരു മൊന്ത കമ്പുകൂൾ അകത്താക്കിയാൽ ദാഹം ശമിക്കുമെന്ന് മാത്രമല്ല വിശപ്പും പറക്കും. 23 വർഷത്തോളമായി ജയപ്രകാശണ്ണനും ഭാര്യ മുത്തുലക്ഷ്മിയും ചേർന്ന് പാതയോരത്തിങ്ങനെ ഈ കൊച്ചു കടയുടെ നടത്തിപ്പ് ആരംഭിച്ചിട്ട്. ഇനി എങ്ങനെ കമ്പുകൂൾ തയ്യാറാക്കുമെന്ന് നോക്കാം. അരിയും ഗോതമ്പും ഒക്കെ പോലെ തന്നെയുള്ള ഒരുതരം ധാന്യമാണ് കമ്പ്. കമ്പ് പൊടിച്ചെടുക്കുകയാണ് ആദ്യപടി. ഈ പൊടി പിന്നീട് കുഴമ്പ് രൂപത്തിലേക്ക് മാറ്റും. കുഴമ്പ് രൂപത്തിലായി ഈ പദാർത്ഥം തീയിൽ കാച്ചി കുറുക്കും. കാച്ചി കുറുക്കിയെടുക്കുന്ന ഈ പദാർത്ഥം മോരുമായി ചേർത്ത് പാനീയ രൂപത്തിലാക്കുന്നതോടെ കമ്പുകൂൾ റെഡി. கம்பங்கூழ ரைஸ் மில்லில் 2 அரைச்சி காய்ச்சி வெயில் காலத்துக்கு கொஞ்சம் நல்லா கூலிங்காக வச்சு மோர் அதுவும் சேர்த்து கொடுப்போம். மழை காலத்தில் கொஞ்சம் குறைச்சி போட்டு இது பண்ணிக்கிடுவோம். எல்லா ஐட்டம் இருக்குது நம்ம வீட்டை. இங்கே நம்ம பதார்த்தம் வத்தல் வகையில் 16 வகை இருக்குது. வத்தல் வகையில் இருக்குது, மாங்காய் இருக்குது, வேறு கலர் எல்லா வகையும் இருக்குது. എല്ലാ വകയും இருக்குது. ஆனால் கடை என்னைக்கு അടയ്ക്കും ഉണ്ട്, അടപ്പെല്ലാം ഇല്ല. കമ്പ് പൊടിക്കുന്നത് മുതൽ കാച്ചി കുറുക്കുന്നത് വരെ ഒരൽപ്പം അധ്വാനം ആവശ്യമാണ്. ചൂടേറെയുള്ള അടുപ്പിനരികിൽ നിന്ന് വേണം കുഴമ്പ് രൂപത്തിലാക്കിയ കമ്പ് കാച്ചി കുറുക്കിയെടുക്കാൻ. എങ്കിലും കമ്പുകൂൾ ആസ്വദിച്ചു കഴിച്ച് ശരീരം തണുത്ത് മനസ്സ് നിറഞ്ഞ ആളുകൾ പോകുന്നത് കാണുമ്പോൾ ജയപ്രകാശണ്ണനും ഭാര്യ മുത്തുലക്ഷ്മിക്കും പൂർണ്ണ സംതൃപ്തി. കമ്പുകൂളിന് രുചി പകരാൻ വറുത്ത മുളകും മുളക് ചേർത്ത മാങ്ങയുമടക്കം വിവിധയിനം സൈഡ് ഡിഷുകളും ഈ ദമ്പതികൾ കടയിൽ ഒരുക്കിയിട്ടുണ്ട്. എടുക്കുന്നതിനും കഴിക്കുന്നതിനും ഇരുവരും അളവൊന്നും ഒരുക്കിയിട്ടില്ല. പകൽ ചൂടേറിയതോടെ ഈ കൊച്ചുകടയിൽ കച്ചവടം തകൃതിയായി നടക്കുന്നു. ദാഹത്തിനൊരൽപ്പം ഇടവേള നൽകി നിറഞ്ഞ മനസ്സോടെ ആളുകൾ മടങ്ങുന്നു. സിറ്റി വിഷൻ, അടിമാലി. ഇടമലക്കുടിയിലെ റേഷൻ തട്ടിപ്പ് അന്വേഷിക്കാൻ 5-അംഗ പോലീസ് സംഘം രൂപീകരിച്ചു. മൂന്നാർ SHO ജെ വിനോദ് കുമാർ, പ്രിൻസിപ്പൽ SI ഡൊമിനിക് മാത്യു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഇടമലക്കുടിയിലെ റേഷൻ തട്ടിപ്പ് അന്വേഷിക്കാൻ 5-അംഗ പോലീസ് സംഘം രൂപീകരിച്ചു. മൂന്നാർ SHO ജെ വിനോദ് കുമാർ, പ്രിൻസിപ്പൽ SI ഡൊമിനിക് മാത്യു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്.
ഇടമലക്കുടിയിൽ വിതരണത്തിന് നൽകിയ 65 ടൺ അരി നഷ്ടമായത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് താലൂക്ക് സപ്ലൈ ഓഫീസറായിരുന്ന സഞ്ജയ് നാഥാണ് കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ സിവിൽ സപ്ലൈസ് വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വ്യാഴാഴ്ച സഞ്ജയ് നാഥിനെ സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു. പരാതിക്കാരൻ കുറ്റാരോപിതനായ സാഹചര്യത്തിൽ വിശദമായ മൊഴി നൽകാൻ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ജില്ലാ സപ്ലൈ ഓഫീസർക്ക് കത്ത് നൽകിയതായി അന്വേഷണ സംഘത്തലവനായ SHO പറഞ്ഞു. തട്ടിപ്പിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയാൽ കേസ് പോലീസ് വിജിലൻസിന് കൈമാറുമെന്നാണ് സൂചന. സിറ്റി വിഷൻ, മൂന്നാർ. ഇടവേള. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. നെടുങ്കണ്ടം ഇരട്ട കൊലപാതകം, പ്രതി കീഴടങ്ങി. തെരച്ചിൽ നടത്തുന്നതിനിടെ സമീപത്തെ കടയിലേക്ക് എത്തി തെറ്റുപറ്റിയെന്ന പ്രതി നാട്ടുകാരോട് പറയുകയായിരുന്നു. നെടുങ്കണ്ടം പച്ചടിയിൽ അമ്മയെയും മകനെയും കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായ സജി പോലീസിൽ കീഴടങ്ങി. കൃത്യം നടന്ന വീടിന് സമീപത്തെ കൃഷിയിടങ്ങളും പുൽമേടുകളും കേന്ദ്രീകരിച്ച് രാവിലെ മുതൽ ഡ്രോൺ ഉപയോഗിച്ചും ഡോഗ് സ്ക്വാഡും തെരച്ചിൽ നടത്തിയിരുന്നു. ഇതിനിടെ സമീപത്തെ കടയിലേക്ക് സ്വയം ഇറങ്ങി വന്ന സജിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. തെറ്റുപറ്റിപ്പോയെന്നും കീഴടങ്ങുകയാണെന്നും സജി നാട്ടുകാരോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ തെരച്ചിലിൽ സജിയുടെ ബാഗ് സമീപ പ്രദേശത്ത് നിന്ന് കിട്ടിയിരുന്നു. ഇയാൾ അധിക ദൂരം പോകാനിടയില്ലെന്ന് മനസ്സിലാക്കിയ പോലീസ് പ്രദേശത്തെ കാർഷിക മേഖലകൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുകയായിരുന്നു. ഇതിനിടെയാണ് പ്രതി കീഴടങ്ങിയത്. പ്രതിയെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തിയ ശേഷം നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. പച്ചടി പൊന്നോട്ടിയിൽ മേരിക്കുട്ടിയെയും മകൻ റജിയെയും കാണാനില്ലെന്ന പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ തെരച്ചിലിൽ തിങ്കളാഴ്ച വീടിന് സമീപത്ത് കുഴിച്ചിട്ട നിലയിൽ ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. വേഗത്തിൽ അഴുകുന്നതിനും ദുർഗന്ധം വരാതിരിക്കുന്നതിനുമായി ഇയാൾ കുഴിയിൽ കുമ്മായം വിതറിയിരുന്നു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നെടുങ്കണ്ടത്തെ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. കൊല്ലപ്പെട്ട റജിയും പ്രതിയായ അനുജൻ സജിയും മാതാവും മാത്രമാണ് പച്ചടിയിലെ വീട്ടിൽ താമസിച്ചിരുന്നത്. സഹോദരിയും മറ്റു ബന്ധുക്കളും വീട്ടിലേക്കെത്തുന്നത് ഇവർ തടഞ്ഞിരുന്നു. സജി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നെന്നും എന്നാൽ റജി ഇതിന് എതിരായിരുന്നുവെന്നും ഇത് നിരന്തരം തർക്കങ്ങൾക്ക് ഇടയാക്കിയിരുന്നെന്നും പറയപ്പെടുന്നു. കഴിഞ്ഞയിടെ തന്റെ വിവാഹത്തിന് നാട്ടുകാരെ സജി ക്ഷണിച്ചിരുന്നു. എന്നാൽ ഇങ്ങനെയൊരു വിവാഹ നിശ്ചയം നടന്നിട്ടില്ല. കല്യാണം പറഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അമ്മയുടെ ആരാണ്ട് ഇവിടെ തിരുവല്ലായി മരിച്ചെന്നും പറഞ്ഞ് ഇവൻ മാറ്റിവെച്ചെന്ന് പറഞ്ഞു. അത് പറഞ്ഞിരിക്കുന്ന ഈ വ്യാഴാഴ്ച ആ കല്യാണം മാറ്റിവെച്ചത് ഈ വരുന്ന വ്യാഴാഴ്ച, നാളത്തെ കഴിഞ്ഞ്. അത്രയും നമുക്കറിയാം. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കാണാതായ സജിയുടെ പിതാവിന്റെ തിരോധാനം സംബന്ധിച്ചും അന്വേഷണം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇവരുടെയും കൊലപാതകം സംബന്ധിച്ച് പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ശരീരം മറവ് ചെയ്യുന്നതിനടക്കം ആരുടെയെങ്കിലും സഹായം നേടിയിട്ടുണ്ടോ എന്നും പിതാവിന്റെ തിരോധനം അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ചോദ്യം ചെയ്യൽ വ്യക്തമാകുമെന്നുമാണ് പോലീസിന്റെ പ്രതീക്ഷ. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.
1.722 കിലോഗ്രാം കഞ്ചാവുമായി കരിമണ്ണൂർ പന്നൂർ സ്വദേശി പിടിയിൽ. കരിമണ്ണൂർ പന്നൂർ പാറക്കൽ രാകേഷ് പിആറിനെയാണ് കരിമണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൊടുപുഴ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ നിർദ്ദേശാനുസരണം കരിമണ്ണൂർ പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ ജെയ്സ് മാത്യു, ചന്ദ്രബോസ് PK, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ രജനീഷ് അഗസ്റ്റിൻ, സിന്ധുമോൾ KT, ഷാനവാസ് N, സിവിൽ പോലീസ് ഓഫീസർ അമ്പിളി പ്രസന്നൻ എന്നിവർ അടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെയും ഇടുക്കി ജില്ലാ ട്രേഡേഴ്സ് വെൽഫെയർ സൊസൈറ്റി ഓഫീസിന്റെയും ഉദ്ഘാടനം ചെറുതോണിയിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ അംഗമായിട്ടുള്ള ഒരു വ്യക്തി മരണപ്പെട്ടാൽ ആ കുടുംബത്തിന് സമാശ്വാസമായി ഏറ്റവും അടുത്ത ദിവസം തന്നെ 6.5 ലക്ഷം രൂപയാണ് KVVES നൽകുന്നത്. അടുത്ത ദിവസം തന്നെ 6.5 ലക്ഷം രൂപയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നൽകുന്നത്. ഇടുക്കി ജില്ലയിൽ ഈ ഓഫീസിന്റെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെറുതോണിയിലെ ജില്ലാ വ്യാപാര ഭവൻ ബിൽഡിംഗിൽ ഇടുക്കി ജില്ലാ ട്രേഡേഴ്സ് വെൽഫെയർ സൊസൈറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എന്റെ യൂണിറ്റിൽ പലിശരഹിതമായി 20 ലക്ഷം രൂപ വരെ മെമ്പർമാർക്ക് കൊടുക്കും. 20 ലക്ഷം രൂപ എന്നിട്ട് 1.5 കോടി രൂപ മിച്ചമുണ്ട്. എന്തുകൊണ്ട്? അത് ഒരംഗങ്ങളിൽ നമ്മൾ തിരിച്ചെടുത്തതല്ല, ജില്ലാ കമ്മിറ്റി കൊടുത്തതല്ല, സംസ്ഥാന കമ്മിറ്റി കൊടുത്തതല്ല, മറിച്ച് പരസ്പര സഹായത്തിലൂടെ അംഗങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് സംഘടനയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇത്രയധികം ഫണ്ട് നമുക്ക് സമാഹരിക്കാൻ കഴിയുന്നത്. തുടർന്ന് വ്യാപാര ഭവൻ ഹാളിൽ നടന്ന പൊതുസമ്മേളനത്തിൽ MP ഡീൻ കുര്യാക്കോസ് ഭദ്രദീപം പ്രകാശിപ്പിച്ചു. ചെയർമാൻ ഡയസ് ജോസ്, ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ, സെക്രട്ടറി തങ്കച്ചൻ കോട്ടയ്ക്കകം, ജില്ലാ ട്രഷറർ R രമേശ്, മറ്റ് നേതാക്കന്മാരായ PM ബേബി, TC രാജു, തങ്കച്ചൻ കോട്ടയ്ക്കകം, സിബി കൊച്ചുവള്ളാട്ട, KR വിനോദ് എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ ഇടുക്കി. രാജകുമാരി B ഡിവിഷൻ വട്ടപ്പാറ ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവം നടന്നു. ജാതി മത ഭാഷാ വ്യത്യാസമില്ലാതെ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. പ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ ഭാഗമായി താലപ്പൊലി ഘോഷയാത്രയും വെടിക്കെട്ടും വിവിധ കലാപരിപാടികളും നടന്നു. വട്ടപ്പാറ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികം നടന്നു. അതിവിപുലമായ പരിപാടികളോടെയാണ് ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനം ആചരിച്ചത്. SNDP രാജകുമാരി നോർത്ത് ശാഖയ്ക്കു കീഴിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിന വാർഷികത്തിന് ക്ഷേത്രം മേൽശാന്തി PN സച്ചിദാനന്ദൻ ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. SNDP രാജക്കാട് യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ, സെക്രട്ടറി ലതീഷ് കുമാർ, G അജയൻ എന്നിവരുടെ മഹനീയ സാന്നിധ്യത്തിൽ ആരംഭിച്ച പ്രതിഷ്ഠാദിന വാർഷികത്തിൽ മേഖലയിലെ ജാതി ഭാഷാ വ്യത്യാസമില്ലാതെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. രാവിലെ 5:30 നട തുറന്നു. 6 മണിക്ക് ഉഷപൂജ, 8:30 കലശപൂജ, ഉച്ചപൂജയ്ക്ക് ശേഷം നട അടച്ചു. തുടർന്ന് 5:30 നട തുറക്കൽ, 6 മണിക്ക് ഗുരുപ്രസാദം കുടുംബ യൂണിറ്റിന്റെ കൊടിമരച്ചുവട്ടിൽ നിന്നും ക്ഷേത്രാങ്കണത്തിലേക്ക് താലപ്പൊലി ഘോഷയാത്ര. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് ഘോഷയാത്രയിൽ പങ്കെടുത്തത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിച്ചു. തുടർന്ന് 6:30 ദീപാരാധനയും വിവിധ പൂജാതി കർമ്മങ്ങൾക്കു ശേഷം 8:30 മംഗളപൂജയും മഹാപ്രസാദവൂട്ടും നടന്നു. തുടർന്ന് ശ്രീപാർവതി ഡാൻസ് ഗ്രൂപ്പ് അവതരിപ്പിച്ച തിരുവാതിരയും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. SNDP രാജകുമാരി നോർത്ത് ശാഖ പ്രസിഡന്റ് സുരേഷ് CN, സെക്രട്ടറി രാജേഷ് PG, ഗുരുപ്രസാദം കുടുംബ യൂണിറ്റ് അംഗങ്ങളായ സേതുലക്ഷ്മി, പ്രിയങ്ക അജിത്, രവീന്ദ്രൻ കുഴിമറ്റം, അനീഷ് ശശി, സിനോമോൻ KS തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ രാജകുമാരി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,025 രൂപ, പവന് 1,12,200 രൂപ, വെള്ളി ഗ്രാമിന് 265 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുള്ള ഹർത്താൽ ജില്ലയിൽ ഭാഗികം. ഇടുക്കി ഹൈറേഞ്ച് മേഖലയിൽ കൊടിയ വേനൽ ചൂട് ശക്തമായി തുടരുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് അസാധാരണമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. ഇടമലക്കുടിയിലെ റേഷൻ തട്ടിപ്പ് അന്വേഷിക്കാൻ 5-അംഗ പോലീസ് സംഘം രൂപീകരിച്ചു. നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതകം പ്രതി കീഴടങ്ങി തിരച്ചിൽ നടത്തുന്നതിനിടെ സമീപത്തെ കടയിലേക്ക് എത്തി തെറ്റുപറ്റിയെന്ന പ്രതി നാട്ടുകാരോട് പറയുകയായിരുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.